ഇന്നത്തെ നമ്മുടെ യാത്ര ഇടുക്കി ജില്ലയിലെ ഇലവിഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേനൽക്കാല സമയത്തുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇപ്പം നമ്മൾ ഈ മഴക്കാലത്തെ മൺസൂണിൻ്റെ സമയത്തെ അവിടുത്തെ കാഴ്ചകളും വൈബൊക്കെ എങ്ങനെ ഉണ്ടെന്നാണ് നമ്മൾ ഈ വീഡിയോ വെച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മേലുകാവ് ഇലവിഴ പൂഞ്ചിറ റൂട്ടിലാണ്. ഇത് നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇലവിഴ പൂഞ്ചിറ എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുമ്പ് കാണുന്നൊരു വ്യൂ ആണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇവിടുത്തെ വെള്ളമൊക്കെ അത്യാവശ്യം ഓണായിട്ടുണ്ട്. ഒരു ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് കാനാൻതോട് എന്ന് പറഞ്ഞ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് വേനൽക്കാല സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി അത്യാവശ്യം വെള്ളമുണ്ട് ഇവിടെ. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ്, ഈ പാലം നിർമ്മിച്ച വർഷവും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ചെറിയൊരു തോടാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും പൂഞ്ചിറ റൂട്ടിൽ വരുമ്പോൾ ഉള്ള വ്യൂ ആണ്. രണ്ട് സൈഡ് നല്ല മഴക്കാലമൊക്കെ ആയതുകൊണ്ട് രണ്ട് സൈഡ് നല്ല പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ വന്നത് ഒരു ഞായറാഴ്ച ദിവസമാട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇവിടെ പാർക്കിംഗ് ഏരിയയിലൊക്കെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ മേളിൽ ചെല്ലുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന റോഡ് അതൊരു മേലുകാവ് തൊട്ടാട്ടോ ഇത്രയും നല്ല വീതിയിലുള്ള റോഡുള്ളൂ. ഇതാണ് അതിൻ്റെ ബേസായിട്ടുള്ള സ്ഥലം. ഇവിടെ മെയിനായിട്ട് നമുക്ക് മേളിലേക്ക് പോകാൻ വേണ്ടി ട്രിപ്പ് ജീപ്പുകളാണ് ഉള്ളത്. ജീപ്പിൻ്റെ സ്റ്റാൻഡും താഴെ അത്യാവശ്യം നമുക്ക് സ്നാക്സ്, ചായ, മാഗിയൊക്കെ കിട്ടുന്ന കടകളായി കാണുന്നത്. ഇവിടെ തൊട്ട് പിന്നെ മണ്ണിട്ട വഴിയാണ് ഇങ്ങോട്ട് മേളിലേക്ക്. ഇവിടെ നമുക്ക് സ്വകാര്യ വാഹനങ്ങൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഒരു ഗ്രൗണ്ട് പോലെ ഒരു സൗകര്യം അവർ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നടന്നു പോകണം, അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് ജീപ്പിൽ ടിക്കറ്റ് എടുത്ത് പോകാനുള്ള സംവിധാനം ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ വന്ന സമയം ഒരു 12 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഇവിടെ എത്തിയത്. എങ്കിപ്പോൾ നല്ല ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ ചെറിയ തോതിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു ലാസ്റ്റ് പോയിൻ്റ്. അപ്പം നമ്മൾ നടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കൂടുതൽ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമല്ലോ എന്നോർത്ത്. ഇതാണ് ഇവിടുത്തെ ട്രിപ്പ് ജീപ്പ്. അവിടെ അപ്പുറത്തായിട്ടൊരു ബോർഡ് വെച്ചേക്കുന്നുണ്ട്, ഒരു കറുത്ത ബോർഡ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അന്യവാഹനങ്ങൾ ഇവിടം വരെ പാർക്കിംഗ് പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ ഒരു ഭാഗത്ത് നമ്മളൊരു കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കോടമഞ്ഞ് കണ്ടോ. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ആ കാണുന്ന സൈഡൊക്കെ മൂലമറ്റം, വാഗമണ്ണ് മലനിരകളൊക്കെയാണ് ആ കാണുന്നത്. ഈ ഒരു മലയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് ഇടുക്കി ജില്ലയും ഒരു സൈഡ് കോട്ടയം ജില്ലയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഓഫ് റോഡ് വരാൻ പറ്റുന്ന വണ്ടികളൊക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ ബോർഡിൽ എഴുതി വെച്ചേക്കുന്നത്. ഇവിടെയും താഴെ പറഞ്ഞ പോലെ ഓരോ കടകളൊക്കെ ഉണ്ട്. ഓരോ സ്പോട്ടിൽ ഇങ്ങനെ ചെറിയ മാഗി, സ്നാക്സ് കിട്ടുന്ന കടകൾ ഇവിടെ ഉണ്ട്. ഇവിടെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഴ പെയ്ത് മണ്ണൊക്കെ അത്യാവശ്യം വീണ്ടും ഒലിച്ചു പോയി റോഡൊക്കെ ഇച്ചിരി പ്രശ്നമായിട്ടാണ് കിടക്കുന്നത്. ജീപ്പായാലും പയ്യെ ഇച്ചിരി ബുദ്ധിമുട്ടേക്കാണ് കയറി പോകുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടുകയില്ല കേട്ടോ. ഈ കാലാവസ്ഥ ഒരു തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം മടുപ്പില്ലാതെ കയറി പോകാൻ പറ്റും. ഇതാട്ടോ ഇലവിഴ പൂഞ്ചിറയ്ക്ക് ആ പേര് വരാനുള്ള ചിറയാണ് ഈ താഴെ കാണുന്നത്.
നമ്മൾ കയറി വന്ന റോഡാട്ടോ അതിൻ്റെ അപ്പുറത്തൂടെയാണ് കാണുന്നത്. ചെറിയ തോതിലെ വണ്ടി പോകുന്നുണ്ടോ, നമ്മൾ അതിലെയാണ് നമ്മൾ കയറി വന്നത്. വീഡിയോയുടെ ഭാഗത്ത് ഞാൻ എടുത്ത ആ സ്ഥലത്തിൻ്റെയൊക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ ഈ ഇറങ്ങിയ സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ 2 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട് കേട്ടോ, ആ താഴത്തെ ബേസായിട്ടുള്ള സ്ഥലത്തു നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ജീപ്പിന് വരാനുള്ള പരിധിയും അവിടം വരെ ഉള്ളൂ. അപ്പോൾ ആ സ്ഥലം കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ താഴെ നമ്മൾ കുറേ ജീപ്പ് നിർത്തിയിട്ടേക്കുന്നത് കണ്ടില്ലേ. അതിനുശേഷം ഈ ട്രിപ്പ് ജീപ്പ് മുകളിലേക്ക് വരുന്നതും ഇവിടെ വരെ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം ജീപ്പിന് വന്നാലും നമ്മൾ ഇവിടെ വരെ വന്നിട്ടൊരു എനിക്ക് തോന്നുന്നു ഒരു 300 മീറ്റർ 500 മീറ്റർ അടുത്ത് നടക്കാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മേളിൽ ചെന്നിട്ട് തിരിക്കാനുള്ള സൗകര്യം കുറവായതുകൊണ്ടായിരിക്കും ഇവിടെ പോലീസ് ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടം വരെ വണ്ടികൾ അനുവദിക്കുള്ളൂ എന്നും പറഞ്ഞു. ഇതാ ബോർഡ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇന്നും ഉണ്ട് ഇവിടെ. ഇത് സ്റ്റേഷനാണ്. ഇത് പുതിയ വയർലെസ് സ്റ്റേഷനാണ്. അതിൻ്റെ ബാക്കിൽ പഴയ വയർലെസ് സ്റ്റേഷനുണ്ട്. വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ ഇലിവിഴ പൂഞ്ചിറ. ഇവിടെ മുള്ളുവേലി കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അകത്തേക്ക് പ്രവേശനം ഇല്ലയെന്ന് ബോർഡും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആകാശമൊക്കെ കണ്ടോ, നല്ല ഭംഗിയാണ്. നമുക്ക് കോടയം ഉണ്ട്, നീലാകാശത്തിൻ്റെ ആ ഭംഗിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സീനറിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ നമ്മളിതിന് മുമ്പ് ഇവിടെ ഒരു 3-4 തവണ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊന്നും ഈ പഴയ വയർലെസ് സ്റ്റേഷൻ പുറത്തുനിന്ന് പൂട്ടിയിട്ടേക്കുമായിരുന്നേ. ഇന്നിപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പം ആദ്യമായിട്ട് അത് തുറന്നു കിടക്കും. അപ്പം നമുക്ക് അകത്ത് കയറി കാണാൻ അധികം സംഭവങ്ങളൊന്നും ഇല്ല, എന്നാലും അകത്ത് കയറാൻ പാകത്തിന് ഇത് ഓപ്പണായിരുന്നു. അപ്പം അകത്തെ വീഡിയോ ആട്ടോ ഇത്. നമ്മളെന്തായാലും ചുമ്മാ അകത്തുനിന്ന് കയറി നോക്കാമെന്ന് വെച്ചാൽ. അപ്പം വേറെ ഒന്നുമില്ല, പഴയ എന്തോ സ്വിച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ താഴത്തേക്ക് ഒരു മുറി പോലെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ വന്നതല്ലെന്ന് ഓർത്ത് ചുമ്മാ കയറി എടുത്തതാണ്. ഇതാട്ടോ ഇവിടെ ഒന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ. ഇതൊക്കെ കോട്ടയം ജില്ലയുടെ ഭാഗമാണ്. അതിൻ്റെ അപ്പുറത്തൊക്കെ വാട്ടർ ടാങ്ക് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ വന്ന എല്ലാവരും ഇതിൻ്റെ അകത്തൊക്കെ കയറി നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്കായിരുന്നു എല്ലാവരും. പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഇത്. നമ്മൾ ആ വല സൈഡിൽ കാണുന്നത് മലങ്കര റിസർവോയറിൻ്റെ ഭാഗമാട്ടോ വെള്ളം കിടക്കുന്നത്. മഴക്കാരൊക്കെ കയറി വരുന്നു. പക്ഷേ നമ്മൾ മഴയുടെ ഒരു വൈബ് കിട്ടുമെന്നൊക്കെ ഓർത്താണ്, അതും കൂടി എടുക്കാമെന്നൊക്കെ ഓർത്താണ് വന്നത്. പക്ഷേ മഴ കിട്ടിയില്ല. കണ്ടോ, മലങ്കര ഡാമിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത് മൊത്തം. ആളുകളൊക്കെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ ഇച്ചിരി ദൂരത്തോട്ടൊക്കെ പോയാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ തിരിച്ച് പോന്നു കേട്ടോ. നമ്മളൊരു മഴ വൈബൊക്കെ കിട്ടുമെന്ന് ഓർത്താണ് വന്നത്. എന്നാലും അത് കിട്ടിയില്ല. എന്നാലും കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പോൾ താഴെ വന്നപ്പോൾ നമ്മളിത് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ വണ്ടി ഇവിടെ കിടക്കുന്നത് കണ്ടു. ഇവിടെ മിക്കപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് ആലപ്പുഴ, തൃശ്ശൂർ ആ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങോട്ട് ട്രിപ്പ് വരാറുണ്ട്. നമ്മളിതിന് മുമ്പ് വന്നപ്പോഴും അങ്ങനെ ബസ്സുകളൊക്കെ കണ്ടായിരുന്നു.
ഇത് നമ്മൾ മേളിൽ നിന്ന് പിന്നെ താഴെ ഇറങ്ങി വന്നപ്പം ഞാൻ ആദ്യം കാണിച്ച വീഡിയോയിലെ കാനാൻ തോടില്ല, അതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയൊരു തോട് പോലെ ഉണ്ട് കേട്ടോ, ഒരു ഓഫ് റോഡൊക്കെ ആയിട്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു മുനിയറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാഴ്ചകളായിട്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്താണ്. നമ്മളിന്ന് എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല, നമ്മളിവിടെ വരെ കൊണ്ട് യാത്ര അവസാനിപ്പിക്കും. അപ്പം അവിടെ പിന്നെ ഒരിക്കൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വേറൊരു സ്ഥലമായിട്ട് കാണാം. ഓക്കെ.